ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് മഷ്റൂം പനീർ മസാലയാണ്. നോൺ വെജ് ഇല്ല എന്നൊക്കെ പറഞ്ഞ് വിഷമിച്ചിരിക്കുന്നവർക്ക് പറ്റിയ ഒരു കറിയാണിത്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ഒരു പാൻ വെച്ച് നന്നായി ചൂടാകുമ്പോൾ 2 ടേബിൾ സ്പൂൺസ് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യാത്തതായിരിക്കും നല്ലത്. ഇനി ചൂടായ എണ്ണയിലേക്ക് ഒരു കറുകപ്പട്ട ഇല ഇട്ട് കൊടുക്കുക. 1/4 ടീസ്പൂൺ പെരുംജീരകം, ഒരു ചെറിയ പീസ് കറുകപ്പട്ട, 3 കരയാമ്പൂ, 1 ഏലക്ക, ഇതൊക്കെ ഇട്ട് കൊടുക്കുക. കൂടുതലൊന്നും ചേർക്കരുത്, ആ മസാലയുടെ കുത്ത് കൂടിപ്പോവും. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഇനി വഴറ്റാൻ വേണ്ടിയിട്ട് ഒരു വലിയ സവോള, 4 വെളുത്തുള്ളി, ഒരു ചെറിയ പീസ് ഇഞ്ചി, അതേപോലെ 2 തക്കാളി ഇതൊക്കെ എടുത്തിട്ടുണ്ട്. ഇതൊരു മീഡിയം സൈസായിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. കാരണം ഇതൊക്കെയും കൂടെ നമുക്ക് വഴറ്റിയിട്ട് ലാസ്റ്റ് നമുക്ക് അരച്ച് ചേർക്കാനുള്ളതാണ്. ഇനി നമുക്ക് പാനിലേക്ക് സവാളയൊക്കെ ചേർത്ത് കൊടുക്കുക. അതേപോലെ വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കുക. കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇത് നമുക്ക് അങ്ങനെ ഭയങ്കര ഗോൾഡൻ ബ്രൗൺ കളറൊന്നും ആവേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആയാൽ മതി. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 6 കാഷ്നട്ട്സും കൂടി ചേർക്കുന്നുണ്ട്. ഇപ്പോൾ സവാളയൊക്കെ നന്നായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡർ ഇതൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവുള്ള മുളക് പൊടി ആണെങ്കിൽ 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഹൈ ഫ്ലെയിമിൽ ഇടരുത്, പൊടികളൊക്കെ കരിഞ്ഞു പോവും. ഇപ്പം പച്ചമണമൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാൻ 2 മീഡിയം സൈസ് തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ല പുളിയുള്ള തക്കാളി ആണെങ്കിൽ ഒരു തക്കാളി, ഒരു വലിയ തക്കാളി ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി നമുക്കിത് മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ തക്കാളിയൊക്കെ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. നന്നായിട്ട് വേവേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഇതുപോലെ ഒന്ന് സോഫ്റ്റായി കിട്ടിയാൽ മതി. ഇനി ഇതിലേക്ക് കുറച്ച് കസൂരി മേത്തിയും കൂടെ ചേർത്ത് കൊടുക്കുക. നല്ലൊരു ഫ്ലേവർ കിട്ടും. ഇത് തണുത്തതിന് ശേഷം നമുക്ക് ഇത്തിരി വെള്ളം ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം. ഇനി നമുക്ക് അരച്ചെടുത്ത മസാല നമുക്ക് ഈ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വേണമെങ്കിൽ കുറച്ച് ബട്ടറോ വെജിറ്റബിൾ ഓയിലോ ഒഴിച്ചിട്ട് അതിലേക്ക് ഈ മസാല ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ അതൊന്നും ചെയ്യുന്നില്ല. ഇനിയിപ്പോൾ ഈ മസാല മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം. ഞാനൊരു പച്ചമുളക് കീറിയതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി മൂടി വെച്ച് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ മസാല നല്ല തിക്കായി വന്നിട്ടുണ്ട്. എല്ലാത്തിൻ്റെയും പച്ചമണമൊക്കെ മാറി നല്ല അടിപൊളി മസാല ആയിട്ടുണ്ട്. ഇപ്പോൾ നോക്കുക, കുറച്ച് ഉപ്പും കൂടെ വേണമെങ്കിൽ ഒന്ന് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് മഷ്റൂം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ബട്ടർ മഷ്റൂമാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈസിൽ കട്ട് ചെയ്തെടുക്കാം. ഇനി അതും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1 മിനിറ്റ് നമുക്ക് ഈ മഷ്റൂംസൊക്കെ മസാലയിട്ട് നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് നല്ല ചൂട് വെള്ളം ചേർത്ത് കൊടുക്കാം. തണുത്ത വെള്ളമൊന്നും ഇപ്പോൾ ചേർക്കരുത്, ഓൾറെഡി നമ്മൾ കുക്ക് ചെയ്ത് വെച്ച മസാലയാണ്. അപ്പം നല്ല ചൂട് വെള്ളം തന്നെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്കിത് മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ മഷ്റൂംസൊക്കെ ഒരു 3/4 കുക്ക്ഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പനീരും ക്യാപ്സിക്കവും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ക്യാപ്സിക്കം കുറച്ച് വലിയ ക്യൂബ്സ് ആയിട്ടാണ് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ പനീർ കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ പനീരും നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി നമുക്കൊരു 5 മിനിറ്റ്സ് ഇത് അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്യാം. അത്രയും മതി, നമ്മുടെ കറി റെഡിയാവും. ഇപ്പോൾ കറി ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സോൾട്ട് വേണമെങ്കിൽ ഒന്ന് ചേർത്ത് കൊടുക്കുക. അതേപോലെ തന്നെ ഇതിലേക്ക് ഞാനൊരു 1 ടീസ്പൂൺ ഷുഗറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ്, വേണ്ടവർ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. മല്ലിയില ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കുക. അങ്ങനെ നമ്മുടെ മഷ്റൂം പനീർ മസാല റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റിയാണ്. അതേപോലെ തന്നെ ഉണ്ടാക്കാൻ അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. താങ്ക്